തംബ്നെയിൽ കണ്ടപ്പോഴേ പിടികിട്ടി കാണുമല്ലോ ഇന്നെന്താണ് ഐറ്റം എന്നുള്ളത്. അതായത് നമ്മുടെ സ്വന്തം ചട്ടിച്ചോറ്. നമ്മൾ മലയാളികൾക്ക് എപ്പോഴായാലും ഉച്ചയ്ക്ക് ഇത്തിരി ഒന്ന് ചോറുണ്ണാതെ ഒരു തൃപ്തിയില്ലെന്ന് പറയുന്ന പോലെ. അപ്പം നമ്മുടെ ചട്ടിച്ചോറിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് പാവയ്ക്ക ഞാനിങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കട്ടി കുറച്ച് ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ അടുത്ത കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പച്ചമുളക് വേണമെങ്കിലും ആഡ് ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഞാൻ അടുത്തത് ഞാൻ ഇതിലേക്ക് കുറച്ച് വിനീഗറാണ് ആഡ് ചെയ്യുന്നത്. ഇതുകൂടെ ഒഴിച്ചിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് വെക്കണം. അതിനുശേഷം നമ്മൾ ഇത് നല്ലതായിട്ട് ഫ്രൈ ചെയ്തതുപോലെ എടുത്തേച്ചാൽ മതി, മെഴുക്കുവരട്ടി ആക്കി എടുത്തേച്ചാൽ മതി. അപ്പം നമ്മൾ ഈ വിനാഗിരി ഒഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ആ കയ്പൊന്ന് മാറിക്കിട്ടും. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ആ പരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് പിന്നീട് നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ തൽക്കാലം ഞാനൊന്ന് അടച്ചു വെക്കുവാണ്. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പയറുതോരനാണ്. അതായത് നമ്മുടെ ലോങ് ബീൻസ്, അത് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ മിക്സഡ് ജാറിലോട്ട്. ഞാൻ അതിലേക്ക് ഒരു കുറച്ച് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്തോണം. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിലേക്ക് നമ്മളിട്ട് കൊടുക്കുന്നത് കുറച്ച് നമ്മുടെ ചെറിയ ജീരകമാണ്. ഇതൊന്ന് ചതച്ചെടുത്ത് വെച്ചാൽ മതി. ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പയറിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറുപയറൂടെ സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് പയറുതോരൻ ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പം നമ്മുടെ അരപ്പായിട്ടൊക്കെ ഞാൻ ഇതിവിടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് വറുത്തിട്ട് അടപ്പിലോട്ട് വെച്ച് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ പയറുതോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഞാൻ ഒരു ചെറിയൊരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പയറെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയായിട്ടൊരു വേവുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടി മാത്രം. ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് വാങ്ങാം. പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പയറുതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല പരുവായിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി അതിനെയും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പയറുതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സെയിം സമയത്ത് തന്നെ ഞാൻ മറ്റേ അടുപ്പിലോട്ട് ഞാൻ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി ആക്കാനുള്ളത് ചെറിയ തീയിലിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഇപ്പം നല്ലതായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ആണെങ്കിലും കറക്റ്റാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്, കൂടുതലൊന്നുമില്ല. അപ്പോൾ ഈ സമയം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി അടുത്ത 1-2 ഐറ്റങ്ങളുണ്ട്, അതുകൂടെ ആക്കിയിട്ട് നമുക്ക് ചട്ടിച്ചോറാക്കാം. നമ്മുടെ ചട്ടിച്ചോറിലേക്ക് ഇനിയും വേണ്ടത് ഫിഷ് ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 തട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആവോലി മീനാണ് മസാല പരത്തി വെച്ചിരിക്കുന്നത്. ഞാൻ അതിനെ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. മറിച്ചൊക്കെ ഇട്ട് നമ്മുടെ മെയിൻ ഫ്രൈ ഇവിടെ ഞാൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമ്മുടെ എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റിയെടുക്കാം. അടുത്തത് നമ്മൾ നമ്മുടെ ചട്ടിച്ചോറിന്
അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണ് ചമ്മന്തി എന്ന് പറയുന്നത്. അതില്ലാതെ ഒരു രക്ഷയില്ല. പൊതിച്ചോറാണെങ്കിലും ചട്ടിച്ചോറാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ചമ്മന്തി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രധാന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ആ ചമ്മന്തി ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഞാനിന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ഇവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുളിക്ക് പകരം നമ്മൾ കുറച്ച് മാങ്ങയാണ് ചേർക്കുന്നത്, പച്ചമാങ്ങ. അപ്പോൾ അതൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് അത് ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ച് തന്നെയാണ് ഞാൻ ചുട്ടെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കാം. ഇവിടെ അടിപൊളി മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈവൻ അല്ലാതെ നമ്മൾ ചോറുണ്ണുമ്പോഴാണെങ്കിലും ഇതെല്ലാം കുറച്ച് സൈഡിലുണ്ടെങ്കിൽ ഇത്തിരി പുളിയും ഉപ്പും ഒക്കെ ആയിട്ട് നല്ല എരിവും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. അതിപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്തത് നമുക്കൊരു മുട്ടയൂടെ പൊരിക്കണം. മുട്ട പൊരിക്കാനായിട്ട് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു കുറച്ച് കറിവേപ്പിലയോടെ ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. അപ്പം നമ്മുടെ ചട്ടിച്ചോറ് റെഡിയാക്കാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു ചട്ടിയിലോട്ട് കുറച്ച് നല്ല ചോറ് അങ്ങോട്ട് ഇട്ട്, കുത്തിരി ചോറ് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ പയറുതോരന് ഒരു സൈഡിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. സൈഡിലോട്ട് നമുക്ക് നമ്മുടെ പാവയ്ക്ക മെഴുക്കുരട്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അടുത്തത് നമുക്ക് നമ്മുടെ മീൻ വറുത്തത് ഒരു സൈഡിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അടുത്തത് നമ്മുടെ മുട്ട പൊരിച്ചത് അതങ്ങോട്ട് ഒരു സൈഡിലോട്ട് വെക്കാം. അടുത്തത് നമ്മുടെ മാങ്ങാ ചമ്മന്തി അത് ഈ സൈഡിലോട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് കുറച്ച് അച്ചാർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ചൊരു മാങ്ങ അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിൽ നമുക്ക് കുറച്ച് കട്ട തൈരൂടെ നടുക്കോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും കൺട്രോൾ പോവും. ഇപ്പം എൻ്റെ കൺട്രോളും പോയിരിക്കുകയാണ്. ഇതിനി കഴിച്ചു തീർക്കാതെ ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.